അസ്സലാമു അലൈക്കും. അസീൻ താന്നൂർ അനീക്കിക്കളയല്ലേ. താന്നൂർ കോർമാൻ കടപ്പുറം മഹല്ലി കമ്മിറ്റിയും മഹല്ലി നിവാസികളും മുഹിയുദ്ദീൻ പള്ളി ഹത്തീബും എല്ലാം കൂടെ ചേർന്ന് നിന്നുള്ള ഫലസ്തീനിക്ക് ഐക്യദാർഢ്യം അനുവദിക്കുന്ന ഒരു വീഡിയോസാണ് ഈ കാണുന്നത്. ജുമായ കഴിഞ്ഞതിൻ്റെ ശേഷം പാവപ്പെട്ട ഫലസ്തീൻ ജനങ്ങൾക്ക് നമ്മൾക്ക് പ്രാർത്ഥന അല്ലാതെ നമ്മളെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് 5 വഖത്ത് നിസ്കാരത്തിൽ എല്ലാവരും ഫലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ വിജയിക്കട്ടെ. ചരിത്രം 1940-ൽ ഫലസ്തീൻ നന്മയുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇസ്രായേൽ ജനങ്ങൾ അഭയം തേടി പോകുമ്പോൾ അവർ വസ്ത്രമില്ല, ഒട്ടി ഒണിങ്ങിയ വയറുമായി ഫലസ്തീൻ്റെ മുമ്പിൽ അവർ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. വെള്ളം കൊടുത്തു, വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അതിൻ്റെ ശേഷം ജീവിക്കാൻ ഭൂമി കൊടുത്തു. ഇതാണ് സുഹൃത്തുക്കളെ ചരിത്രം. മഹാത്മാഗാന്ധിജി രാഷ്ട്രപിതാവായ ഇന്ത്യയിൽ നിന്ന് സ്ഫോടന വസ്തുക്കളും റോക്കറ്റുകളും കപ്പലിലാക്കി ഇസ്രായേലിലെത്തിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഹദാനിൻ്റെ ഫാക്ടറിയിലുണ്ടാക്കുന്ന ആയുധങ്ങളെല്ലാം ഇസ്രായേലിലെത്തിക്കുന്നു കപ്പൽ മുഖേന. പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും നിരപരാധികളെ കൊല്ലാൻ ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ എത്തിക്കുന്നു ചരിത്രം. ഇന്നലെ പ്രസവിച്ച കുട്ടികളറതി ബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചു. മാതാപിതാക്കൾ നശിക്കുന്നു ബോംബ് സ്ഫോടനത്തിൽ. ലോകം ഇത് കാണുന്നില്ലേ? ഗാസ ജയിക്കും. ഗാസ ജയിക്കാതെ ലോകം അവസാനിക്കില്ല. ഗാസ സ്വതന്ത്ര രാഷ്ട്രമാകും. ലോകത്തിന് കാണാം. ഇതിനെക്കാട്ടും വലിയ ഭരണാധികാരി ദൈവം കീഴ്പ്പെടുത്തിയിരുന്നു. ചരിത്രങ്ങൾ പരിശോധിക്കുക. ലോകത്ത് യഥാർത്ഥ സത്യവിശ്വാസികൾ അവരാണ്. അവർ ജയിക്കും. ജയിക്കാതെ ഈ ലോകം അവസാനിക്കില്ല. അവരെ ധൈര്യം നമ്മൾ കാണും. ആ മണ്ണ് അവർക്ക് തന്നെ കിട്ടും. വീഡിയോ നിർത്തും.